ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. മെയ് 4 പത്രത്തിൻ്റെ തലക്കെട്ടാണ് തുടർച്ചയോ തിരിച്ചു വരവോ. നല്ല കാര്യമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ഇന്നത്തെ സുദിനാണല്ലോ റിസൾട്ട്. അപ്പോൾ ആര് വന്നാലും നന്നായിട്ട് ജനങ്ങളെ സേവിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അതേ പറയാനുള്ളൂ. ആര് വന്നാലും ഒരു ആശകളുമില്ല, നിസ്സംഗത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ഈ കുഞ്ഞ് പൊട്ട ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യം ഞാൻ പറയാനുള്ളൂ. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇലക്ഷൻ്റെ പ്രക്രിയ ആയിരുന്നല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലാണ്ട് ഒരുപാട് പേര് പുറത്തുള്ളവർ സാധാരണക്കാർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പന്തൽ, CCTV-കാർ, ക്യാമറ, പിന്നെ അതുകൂടാണ്ട് വാടകയ്ക്ക് എടുത്തേക്കുന്ന വണ്ടികൾ, ടാക്സി വണ്ടികൾ, ഒരുപാട് പേര്. അപ്പോൾ അത് MPD ഒക്കെ പിടിച്ച് നമ്മളെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളിയാക്കണം. നമ്മൾ ആ സമയത്ത് ഭയങ്കര അഭിമാനമാണ്. ശരിയാണ്, നമ്മളും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് എന്താണെന്നുണ്ടെങ്കിൽ അവസാനമാണെങ്കിൽ ഈ വണ്ടിക്കാരുടെ, അതായത് വാടകയ്ക്ക് എടുത്ത വണ്ടിക്കാരെ പിന്നെ മറക്കുകയാണ്. പിന്നെ നമ്മൾ അതാത് താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങണം. ബില്ല് വരട്ടെ, ബില്ല് വന്നിട്ടില്ല, 12 സാറ് അവധിയാണ്, ബില്ല് പബ്ലിഷ് ചെയ്യട്ടെ. അപ്പോൾ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ മുനിസിപ്പൽ ഇലക്ഷനിൽ ഇത് തന്നെയായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത നേതാക്കന്മാരോടും അല്ലെങ്കിൽ അധികാരികളോട് ഒരു അപേക്ഷയുള്ളൂ. ആ പൈസ കൂടുതൽ വലിപ്പിക്കാണ്ട് എത്രയും പെട്ടെന്ന് അനുവദിക്കണം. കാരണം എല്ലാ കാലത്തും തന്നെ ഏറ്റവും അവസാനം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മറക്കണ പോലെ ഏറ്റവും അവസാനം നമ്മൾ മറക്കും. അപ്പോൾ സൗകര്യപൂർവ്വം മറക്കും, ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ തവണ അത് ആവർത്തിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയി ഭവ, നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശുഭദിനം.